ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പരമോന്നത നീതിന്യായ കോടതി ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിരിക്കുന്നു. ആരും കൊണ്ടൊരു കേസ് കൊടുത്തതല്ല, കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. മന്ത്രി കസേരയിലേക്ക് കയറുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ എന്നൊരു പരിപാടിയുണ്ട്. എന്താണ് സത്യപ്രതിജ്ഞയിൽ പറയുന്നത്? പരമോന്നത നീതിപീഠത്തിനും ഭരണഘടനാ വ്യവസ്ഥയ്ക്കും വിധേയനായി ഞാൻ നാട് ഭരിച്ചോളാമെന്ന്. എന്നിട്ട് പിന്നെ എന്തിനാണ് ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തത്? പത്രങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും മന്ത്രി കോടതി അധിക്ഷേപിക്കുന്നു. അത് നിങ്ങളുടെ നയമാണല്ലോ. യോജിപ്പില്ലാത്തതിനെ അധിക്ഷേപിക്കുക. ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, കോർട്ടലക്ഷ്യത്തിന്റെ പേരിൽ പ്രതിയായ മന്ത്രി രാജിവെക്കണം. ഇല്ലെങ്കിൽ രാജിവെക്കും വരെ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കും, ഗതാഗതം തടസ്സപ്പെടുത്തും, പൊതുനിരത്തിൽ. രവീന്ദ്രൻ സാറേ, സാറ് പെൻഷൻ മേടിക്കാൻ ഇറങ്ങിയതാണല്ലേ? ഞാനിവിടെ നിന്ന് നേതാവിന്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. സാറിന് പ്രശ്നം വല്ലതും മനസ്സിലായോ? ഇല്ലല്ലേ? സാറ് പണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. ഒരു കണക്കിന് നോക്കിയാൽ സാറിന്റെ നയമാ ശരി. നാട്ടിൽ നടക്കുന്നൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം പെൻഷൻ, സ്വന്തം വീട്, സ്വന്തം കാര്യം, സ്വന്തം സ്വന്തം സ്വന്തം. പക്ഷെ എന്നെപ്പോലൊരാൾക്ക് അതിന് പറ്റില്ല. ആ നേതാവ് പറയുന്നത് കോർട്ട് ലക്ഷ്യത്തിന് കേസ് ചാർജ് ചെയ്ത മന്ത്രി രാജിവെക്കണം. രാജിവെച്ചില്ലെങ്കിൽ ജനകീയ സമരമുണ്ടാക്കി കേരള നാടിനെ സ്തംഭിപ്പിക്കുമെന്ന്. മന്ത്രി പറഞ്ഞ തെറ്റെന്താണെന്നറിയും? സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ വിധി പറയാൻ നിയോഗിക്കപ്പെട്ട ജഡ്ജി പരാതിക്കാരായ മാനേജ്മെന്റ് സുഹൃത്തുക്കളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിധി നിർണയത്തിന്റെ തലേന്ന് അവരുടെ സൽക്കാരം സ്വീകരിച്ചത് അപരാധമായി പോയെന്ന്. ഇത്രയും നേരം ഞാനിവിടെ ഇരുന്ന് 4-5 നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കുകയായിരുന്നു. ഒരാൾ പോലും ജഡ്ജി അങ്ങനൊരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല. മറിച്ച് ആ മന്ത്രി രാജിവെച്ചൊഴിയണം എന്നാണ് പറയുന്നത്. എല്ലാം തകിടം മറിയാണ് സാർ. അഴിമതി കാണിക്കുന്ന പോലീസ്, കൈക്കൂലി ചോദിച്ചു വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ, സംശയത്തിന്റെ നിഴലിലേക്ക് നീങ്ങുന്ന നീതിന്യായ കോടതി. രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോ അരാഷ്ട്രീയക്കാരനായ സാറിന് പോലും തോന്നില്ലേ ഞങ്ങൾ ഉണ്ടാക്കിയ പോലൊരു മുന്നേറ്റം ഈ നാടിന് ആവശ്യമായിരുന്നു എന്ന്? പ്രതികരണശേഷിയുള്ള ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. അതിക്രമങ്ങൾക്കെതിരെ പരാതി പറയല്ല വേണ്ടത്, ചോദ്യം ചെയ്യണം, കലാപം ഉണ്ടാക്കണം. ഊർദ്ധശ്വാസം വലിക്കുന്നൊരു സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി ചാകണ്ടി വന്നാ ചാകണം, കൊല്ലണ്ടി വന്നാ കൊല്ലണം. ഇൻകുലാബ് സിന്ദാബാദ്. ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് ഞാനിവിടെ ഹാജരായ പോരെ. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റം വാങ്ങിത്തരാൻ ഗോവിന്ദപിള്ള സാർ കരുതാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്റെ കാർത്തു, നീ ചിരിച്ച ബോട്ടിന് നേരമായി. എന്ത് കാര്യത്? കടുംപായസം നോക്കട്ടെ. ഒപ്പി എന്തായി കാണിക്കുന്ന? മധുരവാ. അമ്പലത്തിലെ പായസം ഇല്ലടി. അല്ല ശുഗുനെ, കൊച്ചേച്ചി വന്നില്ലേ? വന്നില്ല, ഇന്ന് വിത തുടങ്ങിയില്ലേ. മാത്രമല്ല 3-4 പണിക്കാരുണ്ട്. അതെന്താ കയ്യില്? ഇച്ചിരി കടുമാങ്ങയാ പിള്ളേച്ചന് കൊടുത്തുവിടാൻ. ഈ മാമന്റെ ഒരു കാര്യം. എത്ര മണിക്കാ പോട്ടെ? അല്ല 11 മണിക്ക്. ഞാൻ കടവിലേക്കില്ല കേട്ടോ പിള്ളേച്ചാ. ജാനുവിന്റെ കണ്ണുതീനൊക്കെ എങ്ങനെ പയ്യ കിടക്കുവാ. അളിയാ ബോട്ടിന് നേരമായി. നീ എന്നെ അളിയൻ വയനാട്ടിലേക്കാണോ അതോ പേർഷ്യയിലേക്കാണോ പോണത്? ബോട്ടാറിന്റെ പാട്ടിന് പോവും. വാളിയാ വരട്ടെ.
പിള്ളേരെ പിരിഞ്ഞ് ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. നിവൃത്തികേട് കൊണ്ടാ പോകുന്നത്. അളിയനിടക്കൊക്കെ വന്നൊന്ന് അന്വേഷിക്കണം. എന്റെ പൊന്നളിയ, ഒരു പോലീസുകാരനായിട്ട് ഇത്ര ചങ്കുറപ്പില്ലാത്തവനായി പോയല്ലോ. അളിയൻ ധൈര്യമായിട്ട് പോ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. ആ ജോസ് കുട്ടിയുടെ ഡെയിലി ചിട്ടി പൈസ മാസവസാനാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. അളിയെ കൂടി ഒന്ന് സംസാരിക്കണേ. അല്ല, അത് വട്ടമാത്താറായില്ലേ? ഒരു വീണ് കാശും വാങ്ങിയതാ. ആകാശിനെ ബിന്ദുവിന്റെ കുടക്കമ്പല് വാങ്ങിയത്. താണ്ട ബോട്ട് വന്നു. ശരിയല്ലേ? ചെന്നാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നോക്കിക്കോണേ. ആ 10 മിനിറ്റ് താമസം കൊണ്ട് ചായ പിടിക്കാനുള്ളൊക്കെ ചായ പിടിക്കാം. ഇവിടെ ടിക്കറ്റ് എവിടെയാ? ഒരു പനമരം. എങ്ങോട്ടാ തള്ളേ ഈ കൊട്ടാമട്ടിയൊക്കെ ആയിട്ട്? അടിവാരത്തിറങ്ങാനാ സാറേ. ലഗേജ് ടിക്കറ്റ് എടുത്തോളാം. ടിക്കറ്റ് എടുക്കാനൊക്കെ വരട്ടെ. എന്താ ഇതിനകത്ത്? ഉണക്കമീനാ സാറേ. ഉണക്കമീനോ? ആ. മാറി തള്ള എടുത്തോണ്ട് ഇല്ലെങ്കിൽ ദൂരത്തോട്ട് എറിയും. അയ്യോ സാറേ, ഇത് കൊണ്ട് വിറ്റിട്ട് വേണം സാറേ അത്താഴത്തിന് അരി മേടിക്കാൻ. സാറേ, ആർക്ക് ശല്യം ഉണ്ടാകാതെ ഞാനിതാ മൂലയിൽ അവിടെ എവിടെയെങ്കിലും വെച്ചോളാം. തള്ളേ, ഞാൻ നല്ല ഭാഷയെ പറഞ്ഞു ഇത് എടുത്തോണ്ട് പോവാൻ. ഇനി എന്റെ സ്വഭാവം ചീത്തയാക്കരുത്. കൊണ്ടുപോ തള്ളേ. സാറേ, കാലത്ത് മുതൽ നിൽക്കുക. സാറേ ഗീറ ഒന്ന് പോ തള്ളേ ഇവിടുന്ന്. നീ ആരാണ് ടിക്കറ്റ് എടുക്കാനുള്ളേ? ടിക്കറ്റ് ടിക്കറ്റ് അവിടെ എത്രേ? ഇവിടുന്ന് കയറി ഇനി ആരാ ടിക്കറ്റ് എടുക്കാനുള്ളത്? ടിക്കറ്റ് അമ്മച്ചി ബസ്സിലോട്ട് കയറിയട്ടെ. പിന്നെ മീൻകൊട്ടം കൊണ്ട് കയറുന്ന ആരാ? ഞാനാണ് സർ. അത് ഈ അമ്മച്ചിയുടെ ഉപജീവന മാർഗമാണ്. കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങി വയനാട്ടിലെ ഓരോ ആദിവാസി കുടിലുകളിലും കുടിയേറ്റക്കാരുടെ വീടുകളിലും വിറ്റാണ് ഇവർ ജീവിക്കുന്നത്. സാറിനെ പോലൊരു കണ്ടക്ടർ സാറ് ഏതോ ബസ് ഇറക്കി വിട്ടതാ. ഉച്ച തിരിഞ്ഞു മുതൽ വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ച് അവരിവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അതാ മൂലക്കിരുന്നോട്ടെ സാർ. അത് ആരാണോ തീരുമാനിക്കുന്നത്? എടുത്തോണ്ട് പോണോ? സാറ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എടോ, തനിക്ക് എന്നാടോ ഇതിൽ കാര്യം? എന്റെ അമ്മച്ചിയും ഇതുപോലൊരു സ്ത്രീയാ. അവരും കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്. അമ്മ പ്രസവിച്ച ആരും ഇത് സഹിക്കില്ലെന്നാ എന്റെ വിശ്വാസം. എടോ, തന്നോട് പറഞ്ഞ മീൻകൊട്ടം കൊണ്ട് പുറത്തിറങ്ങാൻ. ഇല്ല സാറേ, ഞാൻ ഇറങ്ങില്ല. സാർ തല്ലുന്നെങ്കിൽ തല്ലിക്കോ. പോലീസിനെ വിളിക്കണമെങ്കിൽ അങ്ങനെയാകാം. പക്ഷേ അമ്മച്ചി ഇല്ലാതെ ഈ ബസ് ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ടിക്കറ്റ് നീ ആരാ ടിക്കറ്റ് എടുക്കാനല്ലേ? ടിക്കറ്റ് 2 കൽപ്പറ്റ. എങ്ങോട്ടാ? വയനാട്ടിലേക്ക്. അവിടെ എന്ത് ചെയ്യുന്നു? പോലീസിലാ. ആലപ്പുഴയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി വരിക. അത് ശരി. ഒരു പാവം സ്ത്രീയെ സർക്കാർ വക ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് കണ്ട് രസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു അല്ലേ? രേഖാമൂലമുള്ള പരാതി കിട്ടാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോകൂ. സാധു മനുഷ്യരുടെ വഴിക്ക് പോകില്ലല്ലോ. ഇനി ആരും കയറാനില്ലല്ലോ. പൊട്ടറായി.